നമസ്കാരം. ഇറാൻ യുദ്ധ സാഹചര്യത്തിൽ അമേരിക്കയ്ക്ക് തക്ക പിന്തുണ നൽകാത്തതിനെ തുടർന്ന് സൈനിക സഖ്യമായ നാറ്റോയുമായി കടുത്ത ഭിന്നത ഉയരുന്ന പശ്ചാത്തലത്തിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സംഘടന വിടാനുള്ള സാധ്യത തുറന്നു പറയുന്നത് ആഗോള രാഷ്ട്രീയത്തിൽ വലിയ അട്ടിമറിയുടെ സൂചനയായി മാറുകയാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം പാശ്ചാത്യ ലോകത്തിന്റെ സുരക്ഷാ തൂണായി നിലകൊണ്ട നാറ്റോയിൽ അമേരിക്കയുടെ പങ്ക് കേവലം ഒരു അംഗരാജ്യത്തിന്റേതല്ല, അത് സഖ്യത്തിന്റെ ഹൃദയം തന്നെയാണ്. അത്തരമൊരു രാജ്യത്തിന്റെ പിന്മാറ്റം ആഗോള സുരക്ഷാ സമവാക്യങ്ങളെ തന്നെ പുനർനിർവചിക്കാനുള്ള ശേഷിയുള്ള സംഭവമായാണ് വിലയിരുത്തപ്പെടുന്നത്. ബ്രിട്ടീഷ് ദിനപത്രമായ ദ ടെലിഗ്രാഫിന് നൽകിയ അഭിമുഖത്തിലാണ് ഈ പരാമർശമുണ്ടായത്. പശ്ചിമേഷ്യയിലെ യുദ്ധം പൂർത്തിയാക്കിയ ശേഷം നാറ്റോ വിട്ടേക്കുമെന്ന സൂചനയാണ് ട്രംപ് ഇതിലൂടെ നൽകിയത്. നാറ്റോയെ കടലാസ് പുലി എന്നാണ് ട്രംപ് വിളിച്ചത്. ബ്രിട്ടീഷ് നാവികസേന പഴഞ്ചനാണെന്നും അവർക്ക് പ്രവർത്തിക്കാത്ത വിമാനവാഹിനികളാണ് ഉള്ളതെന്നും അദ്ദേഹം പരിഹസിച്ചു. യുദ്ധം പൂർത്തിയാക്കിയ ശേഷം നാറ്റോയുമായുള്ള ബന്ധം പുനഃപരിശോധിക്കുമെന്ന് US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോയും ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. അക്കാര്യത്തിൽ അന്തിമ തീരുമാനം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റേതായിരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. US സെനറ്റിൽ ഉണ്ടായിരുന്ന കാലത്ത് നാറ്റോയ്ക്ക് വലിയ മൂല്യം കൽപ്പിക്കുകയും അവർക്ക് വേണ്ടി വാദിക്കുകയും ചെയ്തിട്ടും ഇറാനെ ആക്രമിച്ച് യുദ്ധത്തിന്റെ ഭാഗമാകാൻ നാറ്റോ സഖ്യകക്ഷികളോട് US പറഞ്ഞിട്ടില്ല എന്നും അവരുടെ താവളങ്ങൾ വിട്ടുതരണമെന്നും മാത്രമാണ് പറഞ്ഞത് എന്നും അതിനുള്ള ഉത്തരം പറ്റില്ല എന്നാണെങ്കിൽ പിന്നെ എന്തിനാണ് നാറ്റോയിൽ തുടരണമെന്നുമാണ് റൂബിയോ ചോദിച്ചത്. ഹോർമൂസ് കടലിടുക്കിലൂടെ സുരക്ഷിത കപ്പൽ ഗതാഗതം ഉറപ്പാക്കുന്നതിനായി നാവിക അകമ്പടി നൽകാൻ നാറ്റോ സഖ്യകക്ഷികളോട് ട്രംപ് ആവശ്യപ്പെട്ടു. നിരന്തരം ചോദിച്ചിട്ടും ഇറാനു നേരെയുള്ള യുദ്ധത്തിൽ വേണ്ടത്ര സഹായം അവരിൽ നിന്ന് കിട്ടാത്തതിൽ ട്രംപ് വലിയ നീരസത്തിലാണ്. അമേരിക്കയും നാറ്റോയും തമ്മിലുള്ള ബന്ധം സൈനിക കരാറുകളിലും സംയുക്ത അഭ്യാസങ്ങളിലും മാത്രമല്ല, രാഷ്ട്രീയ വിശ്വാസത്തിലും സാമ്പത്തിക പിന്തുണയിലും അടിയുറച്ചതുകൂടിയാണ്. യൂറോപ്യൻ രാജ്യങ്ങളുടെ പ്രതിരോധത്തിന് പ്രധാന ആശ്രയമായ അമേരിക്ക സഖ്യത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയും സാമ്പത്തിക സംഭാവനയും വഹിക്കുന്ന രാജ്യവുമാണ്. എന്നാൽ ഇറാൻ വിഷയത്തിൽ സഹകരണം കുറവായതിനെ തുടർന്നുള്ള അസ്വസ്ഥത, അമേരിക്കയ്ക്ക് മാത്രം ബാധ്യത, മറ്റു രാജ്യങ്ങൾക്ക് സ്വാതന്ത്ര്യം എന്ന ട്രംപിന്റെ നിലപാടിനെ കൂടുതൽ ശക്തമാക്കുകയാണ്. ട്രംപ് നാറ്റോ വിടുകയാണെങ്കിൽ ആദ്യം ആഘാതം അനുഭവിക്കുന്നത് യൂറോപ്പായിരിക്കും. റഷ്യ പോലുള്ള ശക്തികളോട് പ്രതിരോധ ശേഷി കുറയുകയും സുരക്ഷാ ഭീഷണികൾ വർദ്ധിക്കുകയും ചെയ്യാം. അമേരിക്കൻ സൈനിക സാന്നിധ്യം കുറയുന്നത് യൂറോപ്യൻ രാജ്യങ്ങളെ സ്വതന്ത്രമായ പ്രതിരോധ സംവിധാനങ്ങൾ വികസിപ്പിക്കാൻ നിർബന്ധിതരാക്കും. ഇതോടെ പ്രതിരോധ ചെലവുകൾ കുത്തനെ ഉയരുകയും യൂറോപ്യൻ യൂണിയനിൽ തന്നെ പുതിയ സൈനിക കൂട്ടുകെട്ടുകൾ രൂപപ്പെടുകയും ചെയ്യാൻ സാധ്യതയുണ്ട്. മറ്റുവശത്ത് അമേരിക്കയ്ക്കും ഈ നീക്കം തിരിച്ചടിയായേക്കാം. നാറ്റോ വഴി ലോക രാഷ്ട്രീയത്തിൽ നിലനിന്നിരുന്ന അമേരിക്കയുടെ സ്വാധീനം കുറയുകയും ചൈനയും റഷ്യയും പോലുള്ള ശക്തികൾക്ക് കൂടുതൽ ഇടം ലഭിക്കുകയും ചെയ്യാം. പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിലെ തന്ത്രപ്രധാന മേഖലകളിൽ അമേരിക്കയുടെ ഏകാധിപത്യ സ്വാധീനം ക്ഷയിക്കാനുള്ള സാധ്യത ഉയരും. ആഗോള സുരക്ഷാ വിഷയങ്ങളിൽ അമേരിക്ക ഒറ്റപ്പെട്ട നിലയിലേക്ക് നീങ്ങുകയും അതിന്റെ നയതന്ത്ര ശക്തി തന്നെ ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യും. ഇതോടെ ലോകം രണ്ട് വ്യത്യസ്ത ശക്തി കേന്ദ്രങ്ങളായി വിഭജിക്കാനുള്ള സാധ്യതയും വർദ്ധിക്കും. ഒരു വശത്ത് അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള പരമ്പരാഗത സഖ്യങ്ങൾ പിളർന്നു പോകുമ്പോൾ മറുവശത്ത് ചൈന റഷ്യ അക്ഷം കൂടുതൽ ശക്തമായി ഉയർന്നേക്കാം. ഇതിലൂടെ ഒരു പുതിയ ശീതയുദ്ധകാലത്തേക്കുള്ള വാതിൽ തുറക്കപ്പെടുമെന്ന ആശങ്കകളും ഇതോടെ ഉയരുന്നുണ്ട്. ട്രംപിന്റെ നാറ്റോ പിന്മാറ്റ ഭീഷണി ഒരു രാഷ്ട്രീയ പ്രസ്താവന മാത്രമല്ല, അത് ആഗോള ശക്തി സമവാക്യങ്ങളെ തന്നെ ചോദ്യം ചെയ്യുന്ന നീക്കം കൂടിയാണ്. അമേരിക്കയും അതിന്റെ സഖ്യങ്ങളും തമ്മിലുള്ള വിശ്വാസബന്ധം തകരുകയാണെങ്കിൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ യുദ്ധഭൂമികളിൽ മാത്രമല്ല, ലോകത്തിന്റെ സാമ്പത്തികവും രാഷ്ട്രീയവുമായ എല്ലാ തലങ്ങളിലും അനുഭവപ്പെടും. ഈ സാഹചര്യത്തിൽ ട്രംപ് എടുക്കുന്ന ഓരോ തീരുമാനവും ഭാവിയിലെ ലോകക്രമത്തെ നിർണ്ണയിക്കുന്ന നിർണായക ഘടകമായി തന്നെ മാറും.